മാർച്ച് 27 അവസാനിച്ച ആഴ്ചയിലെ ബിസിനസ് അവലോകനം. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിലെ മന്ദഗതി. മാർച്ചിൽ ഇന്ത്യയുടെ പ്രൈവറ്റ് സെക്ടർ വളർച്ച 3 വർഷത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. HSBC PMI 56.5 ആയി കുറഞ്ഞു. മിഡിൽ ഈസ്റ്റ് യുദ്ധം മൂലം എണ്ണവില ഉയർന്നതും ആഭ്യന്തര ഡിമാൻഡ് കുറഞ്ഞതും കാരണം മാനുഫാക്ചറിംഗ് 53.8, സർവീസസ് 57.2. എന്നിരുന്നാലും അന്താരാഷ്ട്ര ഓർഡറുകൾ റെക്കോർഡ് ഉയരത്തിലാണ്. സ്റ്റോക്ക് മാർക്കറ്റ് മാർച്ച് 25 മാർക്കറ്റ് തിരിച്ചുവന്നു. നിഫ്റ്റി 23,306 അവസാനിച്ചു. സെൻസെക്സ് 75,273. എണ്ണവില $100 താഴെ വീണതും യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന പ്രതീക്ഷയുമാണ് കാരണം. ഹോപ്പ് ഓഫ് ഡി എസ്കലേഷൻ മാർക്കറ്റിന് ഗുണകരമായി. എന്നാൽ മാർച്ച് മുഴുവൻ FIIയേക്കാൾ വലിയ തോതിൽ വിറ്റൊഴിഞ്ഞു. മറ്റു പ്രധാന വാർത്തകൾ. ഉഡാൻ സ്കീം പുതിയ ഘട്ടത്തിന് ക്യാബിനറ്റ് അംഗീകാരം. 28,000 കോടി രൂപ അലോട്ട്മെന്റ്. LPG PNG പൈപ്ഡ് ഗ്യാസ് ലഭ്യമുള്ളിടത്ത് LPG മാറ്റാത്തവരുടെ സപ്ലൈ നിർത്താം. ഗ്ലോബൽ ഔട്ട്ലുക്ക്. ടെക് ഇൻവെസ്റ്റ്മെന്റുകൾ മൂലം 2026 ലോക വളർച്ച ചെറുതായി ഉയരുമെന്ന് RBI ഗവർണർ. ഇന്ത്യയുടെ ആഭ്യന്തര ഡിമാൻഡ് ശക്തമായി തുടരുന്നു. Q3 FY26 GDP പുതിയ ബേസ് സീരീസ് 7.8% വളർച്ച. മിഡിൽ ഈസ്റ്റ് യുദ്ധം, ഇന്ത്യയുടെ PMI, വളർച്ച പ്രതീക്ഷകൾ, രൂപ, എണ്ണവില എന്നിവയെ ബാധിച്ചെങ്കിലും മാർക്കറ്റ് സീസ് ഫയർ പ്രതീക്ഷയോടെ തിരിച്ചുവന്നു. ആഭ്യന്തര ഡിമാൻഡും സർവീസസും ഇനിയും ശക്തി നൽകുന്നു. നാളെ മാർക്കറ്റ് ഓപ്പണിംഗ്. ഗിഫ്റ്റ് നിഫ്റ്റി അനുസരിച്ച് ചെറിയ ഗ്യാപ് ഡൗൺ സാധ്യതയുണ്ട്. പക്ഷേ യുദ്ധവാർത്തകൾ നിരീക്ഷിക്കുക. ബിസിനസ് അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.